എന്തിനാണെന്നോ? പുത്രസ്നേഹം പോലും നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാതെ സ്വന്തം സ്വപ്നം നിങ്ങളിലൂടെ കൈയെത്തിപ്പിടിക്കാൻ നോക്കിയ ഒരച്ഛനില്ലേ നിങ്ങൾക്ക്? പിന്നെ ഈ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിഞ്ഞ ഹൃദയം പൊട്ടി തകരുന്ന അമ്മയില്ലേ? പിന്നെ ഈ നിൽക്കുന്ന അവളുടെ പ്രണയത്തേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അനിയത്തിയില്ലേ? പിന്നെ ദേ നിൽക്കുന്നു നിങ്ങൾ മരിച്ച കൂടെ മരിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്, അല്ല ചങ്ക്, അതുമല്ല നിഴൽ. സോറി സഞ്ജുവേട്ട, എനിക്കറിയില്ല നിങ്ങളുടെ ബന്ധത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന്. തന്നെ നോക്കി അത്രയും പറഞ്ഞ ലക്ഷ്മിയെ സഞ്ജു സങ്കടത്തിൽ നോക്കി. പറ അബിയേട്ട, ഇവരുടെയൊക്കെ ശാപശരങ്ങൾ ഞാൻ ഏറ്റുവാങ്ങണോ? പറ. പക്ഷേ ഒന്നോർത്തോ, ഞാൻ മരിക്കില്ല. എന്തിനെന്നോ? രാഹുൽ പറഞ്ഞ പോലെ മരണം എനിക്കൊരു മോചനമാണ്. ഞാൻ ചെയ്തു എന്ന് പറയപ്പെടുന്ന പാപത്തിൽ നിന്ന് മോചനം, സ്വയം ഒരുക്കിയ ചിതയിൽ വെന്തുനീറി ഒരു ജീവിതം. അതാണ് എനിക്ക് ഞാൻ തന്നെ വിധിക്കുന്ന ശിക്ഷ. ഒരു വലിയ പൊട്ടിക്കരച്ചിലോട് അവൾ വെറും നിലത്തിരുന്നു. ലച്ചു എഴുന്നേൽക്ക് പ്ലീസ്. നിലത്തുനിന്ന് ലക്ഷ്മിയെ ബലമായി അബി പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നെ വിട് അബിയേട്ട, ഇതെല്ലാം അബിയേട്ടൻ ഒരാൾ കാരണമാണ്. ഒന്നും മറുപടി പറയാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളൊരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ല എങ്കിൽ എന്താണ് യഥാർത്ഥ സ്നേഹമെന്നറിയാതെ രാഹുൽ മാത്രമാണ് ശരിയെന്ന ചിന്തയിൽ ജീവിച്ചു തീർന്നേനെ. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിങ്ങളുടെ ഭാര്യ ആവണ്ട എന്ന്. കേട്ടോ അബിയേട്ടൻ? പറ, എന്തിനാ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നേ? ഒരു തവണ ഒന്ന് വെറുപ്പോടെ നോക്ക്, ഒന്ന് വെറുത്തു നോക്കിക്കൂടെ? ലച്ചു, എനിക്ക് നിന്നെ വെറുക്കാൻ പറ്റില്ല അല്ലേ? വെറുക്കണ്ട, എന്നെ സ്നേഹിച്ചു തീർക്ക് നിങ്ങളുടെ ജീവിതം. ഓരോ തവണ എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം മുറിയുമ്പോൾ അകന്നു പോയിക്കൂടായിരുന്നു? എന്താ പോവാഞ്ഞത്? പറ, എന്താ പോവാഞ്ഞത്? ഒരു ഭ്രാന്തിയെ പോലെ തൻ്റെ ദേഷ്യവും സങ്കടവും കൈ ചുരുട്ടി അബിയുടെ നെഞ്ചിലിടിച്ച് തീർക്കുന്ന ലക്ഷ്മിയെ സഞ്ജുവും അമ്മുവും അനുകമ്പയോടെ നോക്കി. എന്നാൽ ഒരു മരപ്പാവയെ പോലൊരു നോട്ടം കൊണ്ട് പോലും അവളെ തടയാതെ അതെല്ലാം തൻ്റെ നെഞ്ചിലും മനസ്സിലും ഏറ്റുവാങ്ങുന്ന അബിയെ കണ്ട് തൻ്റെ ഹൃദയം പൊട്ടിപ്പൊളിയുന്ന പോലെ സഞ്ജുവിന് തോന്നി. ആ നെഞ്ചിലേക്ക് ഇറങ്ങുന്ന ഓരോ വേദനയും തന്നിലേക്ക് വ്യാപിക്കുന്ന പോലെ അവന് തോന്നി. ആ കണ്ണിൽ നിന്നും ഇറങ്ങുന്ന ഓരോ തുള്ളി കണ്ണുനീരും തൻ്റെ മനസ്സിൽ കിടന്നു ചുട്ടുപൊള്ളുന്നു. അവൻ എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അവൻ്റെ വേദന കാണാൻ തനിക്കാവില്ല. ലക്ഷ്മി പ്ലീസ്, ഒന്ന് നിർത്ത്, അവന് വേദനിക്കില്ലേ? പിടിച്ചു മാറ്റാനായി മുന്നോട്ട് ചെന്ന സഞ്ജുവിനെ വേണ്ട എന്ന ഭാവത്തിൽ അബി തടഞ്ഞു. ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ച് സഞ്ജു റൂമിന് വെളിയിൽ വന്നു. ഇനിയും അവൻ വേദനിക്കുന്ന കണ്ടുനിന്ന് താൻ മരിച്ചു പോകുമെന്ന് അവന് തോന്നി. കണ്ടുനിന്ന് സഞ്ജു ഏട്ടന് വേദനിച്ചു. എന്താ അബിയേട്ട നിങ്ങൾക്ക് വേദനിക്കാത്തെ? കരച്ചിലോടെ തൻ്റെ നെഞ്ചിലേക്ക് വീണ ലക്ഷ്മിയെ അവൻ ഒന്നുകൂടെ ചേർത്തു നിർത്തി. ഇതെല്ലാം കണ്ടുനിന്ന അമ്മു നിറഞ്ഞ തൻ്റെ കണ്ണുകൾ തുടച്ച് തനിക്കാരെയും രക്ഷിക്കാനില്ല, താൻ ഒളിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവളെ ഇത്രയും വേദനിപ്പിക്കുന്നത്. ആ സത്യം തന്നിൽ ഒരുങ്ങിയ തൻ്റെ ഒപ്പം അവളും. അവൾക്ക് മുന്നിലുള്ളതൊരു ജീവിതമാണ്, അവളുടെ പ്രിയപ്പെട്ട ആൾക്കൊപ്പം ഒരു ജീവിതം. തൻ്റെ നെഞ്ചിൽ ഒലിച്ചിറങ്ങുന്ന ലക്ഷ്മിയുടെ കണ്ണുനീരിൻ്റെ ചൂട് തനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായി അബിക്ക് തോന്നി. ലച്ചു പ്ലീസ്, നീ കരയല്ലേ. ഈ കണ്ണുനീരെനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. വെള്ളത്തിൽ പെട്ടുപോയ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിന്റെ കണ്ണുനീരിൽ ഞാൻ ശ്വാസം മുട്ടുന്നു. നെഞ്ചു പൊട്ടിയിപ്പോൾ മരിക്കുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എങ്കിൽ പറയാൻ പറ അബിയേട്ട അവളോട്. എൻ്റെ ശരീരം കൊത്തിപ്പറിക്കാൻ ഊഴം വിട്ട് കാത്തുനിന്ന ചെന്നായിക്കളുടെ മുന്നിൽ അവൾ എങ്ങനെ എത്തിയെന്ന്. ആര് പറഞ്ഞിട്ടാണ് അവൾ ലാബിൽ പോയത് എന്ന് ചോദിക്ക്. കിരൺ പറഞ്ഞിട്ട്. പേര് കേട്ട് ലക്ഷ്മി അബിയുടെ നെഞ്ചിൽ നിന്ന് തലയെടുത്ത് അമ്മുവിനെ നോക്കി. പെട്ടെന്ന് തന്നെ ഓടി കട്ടിലിരുന്നു. ഏത് കിരൺ? പറമോളെ, ഏത് കിരൺ? നിനക്കറിയും 10Bയിലെ കിരൺ. എന്തിനു വേണ്ടി? നിനക്ക് വേണ്ടി. ഒരു ഞെട്ടലിൽ ലക്ഷ്മി അവളെ നോക്കി. അവന് നിന്നെ ഇഷ്ടമായിരുന്നു, വെറും ഇഷ്ടം, ജീവനേക്കാൾ ഇഷ്ടം. ഇപ്പോൾ അബിയേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുക എന്നതായിരുന്നു അവൻ്റെ സ്വപ്നം. പക്ഷേ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഇഷ്ടം തുറന്ന് പറയുന്നവരെ അടിക്കുക എന്നതല്ല നിന്റെ ശീലം. അതുകൊണ്ടാവാം പിന്നെ അവനും നീയും ആരും കാരണം. അല്ല, എനിക്ക് വിധി വന്നത് എൻ്റെ അടുത്ത് ചാട്ടം കൊണ്ട് തന്നെയാണ്. നീ എന്തീ പറയുന്നത്? കിരൺ വന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. നിന്നെ ഉപദ്രവിക്കാൻ അലക്സും കൂട്ടരും ലാബിൽ പ്ലാൻ ചെയ്യുന്നു എന്ന്. അത് നിന്നോടൊന്ന് പറയണം. നീയൊന്ന് ശ്രദ്ധിക്കാൻ. ഒരു കാരണവശാലും നിന്നെ തന്നെ എങ്ങും വിടരുത് എന്ന റിക്വസ്റ്റ് മാത്രമായിരുന്നു അവന്. അപ്പോൾ നീ എവിടെയെന്ന് അവൻ്റെ ചോദ്യത്തിന് ഞങ്ങളുടെ മുന്നിൽ നീ ഒപ്പനക്ക് മണവാട്ടി വേഷത്തിലുണ്ടായിരുന്നു. പിന്നെ നിന്റെ തിരക്ക് കഴിഞ്ഞ് പറയാമെന്ന് കരുതി. പക്ഷേ ഡ്രസ്സ് മാറാൻ പോയ നിന്നെ ഒത്തിരി സമയം കഴിഞ്ഞിട്ടും കണ്ടില്ല. അപ്പുവിനെ നോക്കിയിട്ടും അവനെയും. സത്യം പറയാലോ,
നിന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക എന്ന ചിന്ത മാത്രമുണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ലഞ്ച് സമയമായതുകൊണ്ട് എല്ലാവരും അതിൻ്റെ തിരക്ക്. അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ പോലും നീ അവരുടെ മുന്നിൽ കാണും എന്നതായിരുന്നു ചിന്ത. ഏതു വെല്ലുവിളിയും ചങ്കൂറ്റം കൊണ്ട് നേരിടുന്ന നീ എന്ന പെണ്ണിനെ എനിക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു പൊട്ടിക്കരച്ചിലോടെ അമ്മു ലക്ഷ്മിയുടെ മാറിൽ ചാഞ്ഞു. കണ്ടുനിന്ന അബിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റു വീണു. അവർ അറിഞ്ഞോണ്ടാ നിന്നെ അതോ ഞാനെന്ന് കരുതി, നീ എന്ന് കരുതി ഡോറടച്ചത്. പക്ഷേ എൻ്റെ അടുത്തേക്ക് നടന്നു വന്ന അലക്സിനെ പേടിച്ച് മുന്നോട്ട് ഓടിയതും അവൻ കയറി പിടിച്ചതെൻ്റെ മുടിയിലാണ്. അപ്പോൾ തന്നെ അവൻ വിടുകയും ചെയ്തു. അതിനവൻ പറഞ്ഞ കാരണം നിനക്ക് കേൾക്കണോ ലച്ചു? വേണമെന്ന് മട്ടിൽ ലക്ഷ്മി തലകുലുക്കി. ഇത് ലക്ഷ്മിയല്ല, വേറെ ആരോ ആണ്. അവളായിരുന്നുവെങ്കിൽ ഇപ്പം പിടുത്തം കിട്ടുക അവളുടെ നീളൻ മുടിയിലാണെന്ന്. ഞാനല്ലെന്നറിഞ്ഞിട്ട് പിന്നെന്തിനാ നിന്നെ? നിനക്കൊരു കാര്യം അറിയാമോ ലച്ചു? കാമം കണ്ണിൽ കയറിയ പിന്നെ അവിടെ പെറ്റു വളർത്തിയ അമ്മയോ സ്വന്തം കൂടപ്പിറപ്പോ 5 വയസ്സെന്നോ 50 വയസ്സെന്നോ ഇല്ല, വെറും പെണ്ണുടൽ. ഒരു നിമിഷം അവനൊക്കെ തന്നെ മാറിൽ ഉറക്കിയ അമ്മയെ എന്തിന് മാറിൽ നിന്ന് കുടിച്ച പാലിൻ്റെ മധുരം ഓർത്തുവെങ്കിൽ മുന്നിൽ കിടക്കുന്ന പെണ്ണിൻ്റെ മാറിൽ കാമത്തോടെ നോക്കില്ല. അവളുടെ അരക്ക് താഴെ ദൈവം അവയവം കൊടുത്തത് ഇവനൊന്നും കാമം തീർക്കാൻ മാത്രമല്ല, ഓരോ മനുഷ്യ ജീവനെ ഭൂമിയിൽ എത്തിക്കാൻ കൂടിയാണെന്ന് ഇവനൊക്കെ എന്താടി മനസ്സിലാകാത്തത്? കരച്ചിൽ മാറി അവളുടെ കണ്ണിൽ കണ്ട പകയിൽ ലക്ഷ്മി ഒരു നിമിഷം അന്താളിച്ചു. പിന്നെ അവിടെ നടന്നത് പറയാൻ എനിക്കാവില്ല. അവനൊക്കെ മനുഷ്യനാണോ മൃഗമാണോ എന്ന ഇപ്പോൾ എൻ്റെ സംശയം. ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാൻ എണീറ്റു. പക്ഷേ ഓടാൻ പോയിട്ട് ഒരു ചുവട് നടക്കാൻ എന്നെ കൊണ്ടാകുമായിരുന്നില്ല. അത് പറഞ്ഞ അമ്മു അബിയുടെ മുഖത്തേക്ക് നോക്കിയതും താനും ഒരാണാണല്ലോ എന്ന തിരിച്ചറിവിൽ അവൻ അറിയാതെ തല താന്നു. അബിയേട്ടാ. ആ വിളിയിൽ അവൻ തൻ്റെ തല ഉയർത്തി. എനിക്കൊരു സഹായം ചെയ്യുവോ? പറ്റുമെങ്കിൽ മതി. എന്താമോ? ഇവിടെ വന്നൊന്നിരിക്കോ? തൻ്റെ മുന്നിൽ കസേര വലിച്ചിട്ടിരുന്ന അബിയെ അവൾ ബഹുമാനത്തിൽ നോക്കി. അവൻ്റെ കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിൽ പിടിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പുവിൻ്റെ സ്ഥാനത്താണ് അബിയേട്ടനെ കാണുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ആണുങ്ങളെ കാണുന്നത് തന്നെ പേടിയായിരുന്നു. ഓരോ ആണിൻ്റെ കണ്ണിലും ഞാൻ കണ്ടിരുന്നത് അവരുടെ 3 പേരുടെയും കണ്ണിൽ കണ്ട ഭാവമാണ്. ഈ നിമിഷം നിങ്ങളോട് തോന്നുന്ന വികാരം ബഹുമാനമാണ്. സ്വന്തം ഭാര്യയായിട്ടും നിങ്ങൾ അവളുടെ ശരീരത്തിന് കൊടുക്കുന്ന ബഹുമാനമുണ്ടല്ലോ. എനിക്കറിയാം അബിയേട്ടൻ നല്ലൊരു മകനാണ്, നല്ലൊരു സഹോദരനും. ഞാൻ അമ്മുവിനെ കാണുന്നത് എൻ്റെ ആമയുടെ ഒപ്പം തന്നെയാണ്. അവൾക്കായിരുന്നുവെങ്കിൽ എങ്ങനെ എൻ്റെ മനസ്സ് വേദനിക്കുമോ അതുപോലെ തന്നെ ഇപ്പോൾ വേദന ഞാൻ അനുഭവിക്കുന്നു. 16-ാം വയസ്സിൽ ചെയ്ത ക്രൂരതകളൊന്നും ഒരു തെറ്റല്ല. അവർക്കതൊരു വെറും ശിക്ഷ എന്നത് പേര് മാത്രം. 3 വർഷം ജുവനൈൽ ഹോമിൽ കിടക്കാൻ മാത്രമുള്ള തെറ്റായിരുന്നു അവർ എന്നോട് ചെയ്തത്. പറാബിയേട്ട, ഒരിക്കലുമല്ല. അവർക്കുള്ള ശിക്ഷ മരണമാണ്. പക്ഷേ ഇപ്പോഴല്ല. എല്ലാത്തിനും ഒരു സമയവും കാലവുമുണ്ട്. ഇപ്പം നമുക്ക് ഈ ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറാം. വേറെ എങ്ങുമല്ല, നിന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരിയുള്ള എൻ്റെ വീട്ടിൽ. എന്താ, ഡിസ്ചാർജ് ആക്കാൻ സക്രിയയുടെ അടുത്ത് പറയട്ടെ? അതബിയേട്ട, നിങ്ങൾക്കൊക്കെ യാതൊരു ബുദ്ധിമുട്ട് എങ്കിൽ എൻ്റെ കൈവിട്ടേര്. അന്യ ആളുകൾ എൻ്റെ കയ്യിൽ പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അല്ലേ ലച്ചു? അതെ അതെ, അന്യ പെൺകുട്ടികൾ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നീ വിട്ടേക്ക്. വലിയ സംസാരമൊന്നും വേണ്ട, നീ വരണം. പക്ഷേ ലച്ചു, അപ്പു അവനെ ഒന്ന് കാണാൻ. നിനക്കെന്തോ അവനോടുള്ള ദേഷ്യമുള്ള പോലെ നിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നി. എന്താ നിങ്ങൾ തമ്മിൽ? അതൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് പോവാം പ്ലീസ്. ഞാനല്ലേ വിളിക്കുന്നത്. അയ്യോ, എന്താ ബേട്ടാ? നിന്റെ ഇടി കണ്ട് മനസ്സ് തകർന്ന് പാവം എൻ്റെ സഞ്ജു കരഞ്ഞുകൊണ്ടാണ് പോയത്. അവനിരുന്ന് പ്രായം നോക്കാതെ കരയും. പാവം, പോയി നോക്കട്ടെ. പുറത്തേക്ക് പോയ അബിയെ നോക്കി അമ്മുവും ലക്ഷ്മിയും ഇരുന്നു. എങ്കിലും എൻ്റെ ലച്ചു, നീ നന്നായി വേദനിപ്പിച്ചു. പാവം, കണ്ടുനിന്ന് ഞങ്ങൾ കരഞ്ഞുപോയി. നിനക്ക് സങ്കടം തോന്നിയില്ലേ? പിന്നെ ഒത്തിരി തോന്നി. ഇപ്പോൾ ആ ശരീരം വേദനിച്ചു. മറ്റാരേക്കാൾ എനിക്ക് നോവുക. പക്ഷെ എന്തു ചെയ്യും? എൻ്റെ എല്ലാ വികാരവും ആ മനുഷ്യനിൽ തീർക്കാൻ എനിക്കിപ്പോൾ തോന്നുന്നത്. വികാരം എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹവും വരും. ഉണ്ടല്ലോ, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. മറ്റാരേക്കാളും എന്തിനേക്കാളും. പിന്നെ എന്തേലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് മാറ്റിക്കൊടുക്കാം. നീ സമാധാനിക്ക്. എൻ്റെ ചേട്ടനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. അപ്പം ഞാൻ നാത്തൂൻ പോലെടുക്കും. അയ്യോ, നിന്റെ ആങ്ങളെ ഞാനൊന്നും പറയില്ല. നിങ്ങൾ 2 പേരും കൂടി എന്നെ കൊല്ലല്ലേ? തന്നെ സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച ലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് ചായുമ്പോൾ
ഭൂതകാലത്തിലെ ഒരു വേദനയ്ക്കും അമ്മുവിൻ്റെ ചിരിയുടെ വെളിച്ചം നഷ്ടപ്പെടുത്താനായില്ല. സഞ്ജു, ഡാ സഞ്ജു. റൂമിന് വെളിയിൽ ചേരിൽ തലകുമ്പിട്ടിരുന്ന സഞ്ജുവിൻ്റെ മുന്നിൽ അഭി മുട്ടുകുത്തിയിരുന്നു. നിന്നെയാണ് ഞാൻ വിളിച്ചത്. സഞ്ജു, ഒന്ന് നോക്കടാ. കരഞ്ഞു കലങ്ങിയ സഞ്ജു കണ്ണുകളുമായി തന്നെ നോക്കിയ സഞ്ജുവിനെ കണ്ട് തൻ്റെ നെഞ്ചു പുകയുന്ന പോലെ അഭിക്ക് തോന്നി. കഴിഞ്ഞു അകത്തെ ഇടി, അതോ ഇനിയും ബാക്കിയുണ്ടോ? ഒരു കത്തിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്ക്, എന്നിട്ട് ഒറ്റക്കുത്തിന് കൊല്ലാൻ പറ. അല്ലാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി. സഞ്ജു കണ്ണീർ തുടിച്ച് അഭിയെ നോക്കി. പോട്ടടാ, എനിക്കറിയാം നിനക്ക് സങ്കടമായി എന്ന്. അവളുടെ ദേഷ്യവും വാശിയും ഒക്കെ എന്നോടല്ല തീർക്കാൻ പറ്റൂ. അഭി സഞ്ജുവിൻ്റെ ചുമലിൽ കൈവച്ചതും ദേഷ്യത്തിൽ സഞ്ജു കൈ തട്ടി മാറ്റി. എന്താ സഞ്ജു? വേണ്ട, എന്നെ നീ തൊടണ്ട. ഞാൻ അന്യനല്ലേ? നീയും നിന്റെ ഭാര്യയും മാത്രമല്ലേ അതിൻ്റെ ഇടയിൽ ഞാൻ? നീ എന്തൊക്കെയാണ് സഞ്ജു പറയുന്നത്? പിന്നെ ഞാൻ എന്തു പറയണം? നിനക്കറിയില്ലേ നീ വേദനിച്ച ഞാൻ ഒന്ന് പിടിച്ചു മാറ്റാനാണ് വന്നത്. അപ്പം നീ എന്നെ തടഞ്ഞില്ലേ? ഞാൻ അവിടെ ആരാ? നിന്റെ മുന്നിൽ ഭാര്യയുടെ വേദന മാത്രമാണ് നീ കണ്ടത്. എനിക്കെന്താ? നിന്റെ ഭാര്യ, നിന്റെ ശരീരം, നിന്റെ കണ്ണുനീര്. ഒരു അപേക്ഷയുണ്ട് അഭിറാം. ഇനി ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കി തരണം പ്ലീസ്. സഞ്ജു പ്ലീസ്, ഞാൻ പറയുന്ന നീ കേൾക്ക്. നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയത്? എനിക്കറിയാം ഒത്തിരി നിനക്ക് വേദനിച്ചു. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കെന്നെ. ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. നന്നായി. നിനക്ക് നിന്റെ ജീവിതം മാത്രമാണ് വലുത്. ലക്ഷ്മി പറഞ്ഞ മരിക്കാനും ജീവിക്കാനും തീരുമാനം നീ എടുക്കും. ആ നിമിഷം നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ എന്നെ പറ്റി? ഞാൻ മണ്ടനാണ്, വെറും മണ്ടൻ. അഭിറാം എന്ന് നിനക്ക് ഞാൻ ആരോ ആണ് എന്ന് സ്വയം വിശ്വസിച്ച മണ്ടൻ. സഞ്ജു, ദേഷ്യത്തിൽ നീ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ നെഞ്ചിൽ കടാര പോലെ കുത്തിയിറങ്ങുന്നുണ്ട്. ശരിയാണ്, ആ നിമിഷം നിന്നെ ഞാൻ തടഞ്ഞു. എന്തിനെന്നോ? എനിക്കറിയില്ല. നീ ലക്ഷ്മിയെ തടഞ്ഞ അവൾ നിന്നോട് എങ്ങനെയാവും പ്രതികരിക്കുക എന്നത്. ചിലപ്പോൾ ഒരടിയാവും, ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകളാവും. എനിക്ക് വേണ്ടി എന്തിനാ സഞ്ജു നീ അവളുടെ ദേഷ്യം ഞാൻ ഏറ്റുവാങ്ങിയാൽ പോരെ? ആമി പോലും നിന്നെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. വീണ്ടും ഞാൻ തോറ്റു നിന്റെ മുന്നിൽ. അല്ല, നീ തോൽപ്പിച്ചു. വേറെ ആരെക്കാളും അഭിയല്ല അഭിറാമിനെ നീ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എന്നെ നിനക്ക് മനസ്സിലായില്ല. തൻ്റെ മടിയിൽ തലവെച്ച് അത്രയും പറഞ്ഞ അഭിയുടെ മുഖത്തേക്ക് സഞ്ജുവിൻ്റെ കണ്ണുനീരിറ്റു വീണു. സഞ്ജു, നീ കരയുവാണോ? അല്ല, ചിരിക്കുന്നു. അപ്പം പൊഴിഞ്ഞ മുത്താണ് നിന്റെ മുഖത്ത്. നിനക്ക് വേദനിച്ചോ അഭി? പിന്നെ നീ പറഞ്ഞ വാക്കുകൾ കേട്ട് നല്ല പോലെ. അയ്യോ അതല്ല, നിന്റെ പെണ്ണും പിള്ളി ഇടിച്ചു കലക്കിയ നിന്റെ നെഞ്ച്. വലിയ കുഴപ്പമില്ല. അവളുടെ നാക്കിൻ്റെ ബലം ശരീരത്തിനില്ലാത്തത് എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ ബോഡി. എനിക്ക് നിന്റെ വിശ്വാസമില്ല. നീ ഷർട്ടഴിച്ചേ, ഞാൻ നോക്കട്ടെ. അയ്യേ, നീ എന്തേ പറയുന്നത്? ഇനി ഇവിടെ നിന്ന് ബോഡി ഷോ കാണിച്ചു എന്ന് പറഞ്ഞ് അവൾ എൻ്റെ തല കൂടി അടിച്ച് പൊളിക്കാൻ. അതെ അഭി, ആ തല ഒന്ന് മാറ്റിയാ എനിക്കൊന്ന് എഴുന്നേൽക്കാം. അതൊക്കെ പോട്ടെ, ആ കുട്ടി പറഞ്ഞു അഭി അന്ന് സംഭവിച്ചത്. അഭി പിന്നീട് പറഞ്ഞത് കേട്ട് സഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാവുണ്ടല്ലേ അഭി. ഇപ്പോൾ എനിക്ക് രാഹുലിനോട് തോന്നുന്ന വികാരം സങ്കടമാണ്. ഇത് കേട്ട നമ്മുടെ ചങ്ക് തകരുന്നു. ആ ഒരവസ്ഥയിൽ സ്വന്തം കൂടപ്പിറപ്പിനെ കണ്ട അവൻ്റെ അവസ്ഥ. അതേ സഞ്ജു, ഓരോ നിമിഷവും ഞാൻ അവനെ കാണുമ്പോൾ ഞാൻ ആമിയുടെ ചേട്ടൻ മാത്രമാണ്. പക്ഷേ ഒന്നുണ്ട് സഞ്ജു, അവൻ്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു. അമ്മുവിൻ്റെ അവസ്ഥയിൽ അവൻ ശിക്ഷ വിധിക്കേണ്ടത് ലക്ഷ്മിക്കായിരുന്നില്ല, ആ 3 പേർക്കായിരുന്നു. തൻ്റെ സഹോദരിയെ മരണവേദനയിലേക്ക് തള്ളിവിട്ട അവരെ. പക്ഷേ അവൻ മനഃപൂർവ്വം അവരെ മറന്നു. എന്താ സഞ്ജു അവർ അർഹിക്കുന്ന ശിക്ഷ? മരണം. പക്ഷേ പെട്ടെന്നുള്ള മരണമല്ല. ഓരോ സ്ത്രീയും അമ്മയാണെന്നുള്ള പെങ്ങണാണെന്നുള്ള തിരിച്ചറിവിലുള്ള മരണം. മരണവേദനയിൽ നീറി എന്നാലും മരിക്കരുത്. എന്തുകൊണ്ടാണ് അഭി ഇങ്ങനെ ഒരു നിയമം നമുക്ക്? നിയമം പുച്ഛമാണ് തോന്നുന്നത്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട ആ ഇര തന്നെ അവൾക്ക് വന്ന ദുർവിധി സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞാലും നിയമം തെളിവ് തേടി പോവും. ഇനി തെളിവ് ലഭിച്ചാലോ ഒരു ജീവപര്യന്തം. ഇനി പ്രായപൂർത്തിയാകാത്തവരാണെങ്കിൽ പ്രായത്തിൻ്റെ ആനുകൂല്യം. എന്താനുകൂല്യമാണ് ലഭിക്കേണ്ടത് സഞ്ജു അവർക്ക്? നിയമം വിഡ്ഢിയാണ്, അതിനെ വിശ്വസിക്കുന്ന നമ്മളും. ഇപ്പം അമ്മുവിൻ്റെ കാര്യത്തിൽ വിധി തീരുമാനിക്കേണ്ടത് രാഹുലാണ്. ആ 3 പേർക്കും മരണമാണ് ശിക്ഷ. അത് അവൻ്റെ കൈ കൊണ്ടായാൽ കൊലയാളി എന്ന പേരിൽ ഒരു നിയമത്തിനും ഞാൻ രാഹുലിനെ വിട്ടുകൊടുക്കില്ല. ദേഷ്യത്തിൽ തൻ്റെ കൈകൾ അഭി ചുരുട്ടി ഉള്ളിലെ ദേഷ്യത്തിൽ മുഖം വലിഞ്ഞു മുറുകി. മോനെ അഭി. എന്താ സഞ്ജു? വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ ഏത് സ്ഥാപനത്തിൻ്റെ ഗോഡൗണിലാണ് അഭി അവർ തങ്ങളുടെ ഹോളിഡേ ഇപ്പോൾ ആഘോഷിക്കുന്നത്? ആരുടെ കാണിയാണ് സഞ്ജു നീ പറയുന്നത്?
മോനെ അഭിരാം വർമ്മ, 24 വർഷമായി നിന്നെ കാണുന്നു. നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ? കൊല്ലില്ല എന്നറിയാം. എങ്കിലും അവസ്ഥ എങ്ങനെ? തന്നെ നടക്കാൻ പറ്റുമോ? തന്നെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ച അഭിയെ നോക്കി സഞ്ജു പറഞ്ഞു. ഈശ്വര, കാലിൻ്റെ കയ്യിലാണല്ലോ 3 വന്ന് പെട്ടത്. കാലനല്ല, കാലിൻ്റെ കയ്യിലെ കയർ. എന്താ അഭി? ഈ കാലനുണ്ടല്ലോ, പുള്ളിയാളൊരു പാവാണ്. പക്ഷെ ആ കയ്യിലിരിക്കുന്ന കയറുണ്ടല്ലോ, മനുഷ്യരുടെ കഴുത്തിൽ കിടന്ന് മുറുക്കി മുറുക്കി. പക്ഷെ അനുഭവിക്കുന്നവർ കരുതുക ഇപ്പോൾ മരിക്കുമെന്നാണ്. പക്ഷെ മരിക്കില്ല. മനസ്സിലായോ സഞ്ജീവ് മഹാദേവ? അപ്പോൾ വാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്താണ് മോനെ, കൈതരിച്ചു തുടങ്ങിയോ? ഒന്ന് പോടാ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതൊക്കെ പോട്ടെ, നിനക്ക് എങ്ങനെ മനസ്സിലായി അവർ എൻ്റെ? അതിനൊത്തരി നിന്റെ വലത് കയ്യിലുണ്ടല്ലോ. 3 ദിവസമായി ശ്രദ്ധിക്കുന്നു. ബ്രേസ്ലെറ്റ് മാറ്റി വളയിട്ടപ്പോൾ തൊട്ട് ആരുടെയെങ്കിലും മൂക്കിൻ്റെ പാലം പേർക്കും കിട്ടാനില്ല. ഒരാഴ്ച നിന്റെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ നന്നാവും. ആ ശരീരങ്ങളിൽ നിന്ന് ചോരയൊലിക്കുമ്പോൾ ഒരു കുറ്റബോധവും തോന്നാറില്ല. അവരിൽ ആരുടെയെങ്കിലും കണ്ണിലൊരൽപ്പം അലിവുണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ വരില്ലായിരുന്നു. വേദന പെണ്ണിന് മാത്രമല്ലടാ, ആണിനും ഉണ്ട്. ഇനി ഒരു പെണ്ണിനെയും അവർ അങ്ങനെ നോക്കില്ല. ഇന്നലെ 3 പേരും ഒരുപോലെയായിരുന്നു. ഇന്ന് തൊട്ട് അലക്സ് അവൻ സ്പെഷ്യലാണ്. അവനെൻ്റെ പെണ്ണിൻ്റെ പിന്നീട്ട മുടിയോട് മുടിഞ്ഞ പ്രേമമാണെന്ന്. ഇന്നത്തോടെ അവൻ്റെ പ്രേമം ഞാൻ നിർത്തും. പിന്നെ ലച്ചുവിൻ്റെ അടുത്തെങ്ങാനും ഇതിനെപ്പറ്റി പറഞ്ഞ സഞ്ജു, അവരുടെ കൂടെ കൊണ്ടിട്ട് നിന്റെ നടുവടിച്ച് ഞാൻ ഒടിക്കും. നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ഭാര്യ ഇതിനൊക്കെ നല്ല പ്രോത്സാഹനമായിരിക്കും. ലക്ഷ്മിയും തൊട്ടു മുന്നിൽ നിൽക്കുന്നവരെ അടിച്ചിടാൻ മോശമല്ലല്ലോ. നിങ്ങൾ നല്ല മാച്ചാണ്, നല്ല ഫാമിലി. ഇനി നിനക്കൊക്കെ ജനിക്കുന്നത് എങ്ങനെയാണോ എന്തോ. ഞങ്ങളെ പോലെ തന്നെ. ഒന്ന് പോടാ, ഞാൻ സക്രിയുടെ അടുത്തൊന്ന് പോട്ടെ. അവർ രണ്ടാളും അകത്തേക്ക് വന്നപ്പോൾ അമ്മുവും ലക്ഷ്മിയും പോവാൻ റെഡിയായിരുന്നു. പോവാം ലച്ചു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇറങ്ങാം അമ്മു. സമ്മതഭാവത്തിൽ അവൾ തലയാട്ടി. നിനക്ക് നടക്കാൻ ഞാൻ പിടിക്കണോ? വേണ്ട ലച്ചു, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. കാറിൽ കയറിയിട്ട് സഞ്ജു ലക്ഷ്മിയുടെ അടുത്ത് മിണ്ടിയില്ല. അവൾക്കതൊരു വല്ലാത്ത സങ്കടം തോന്നി. സഞ്ജു ഏട്ടാ, എന്നോട് പിണക്കാണോ? എന്തിന്? പെട്ടെന്ന് സങ്കടമായി എന്നുള്ളത് സത്യം. അവന് വേണ്ടി ദുഃഖിക്കാൻ ഞാനുണ്ടല്ലോ. പാവം, ഞാൻ ഇതിലും വലുതാണ് ആമയുടെ കയ്യിൽ നിന്നും കൊള്ളുന്നത്. ആര് കാണാൻ, ആര് കേൾക്കാൻ? നീ പേടിക്കണ്ട, ഞാൻ അവളോട് പറയാം. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അഭി സഞ്ജുവിനോട് പറഞ്ഞു. എന്ത്, എന്നെ തല്ലിക്കൊല്ലണമെന്നോ? അയ്യോ അല്ല, നിന്നെ ഒന്നും ചെയ്യരുതെന്ന്. പോരെ? വേണ്ട, തല്ലുകൊള്ളുന്നതേ ഞാനല്ലേ. നിനക്കെന്താ അഭി? കുറച്ചു മുന്നേ നീ എന്നോട് പറഞ്ഞതെല്ലാം മറന്നോ സഞ്ജു? എനിക്ക് നല്ല ഓർമ്മയില്ല. അതൊക്കെ പോട്ടെ, നീ എന്താ നിന്റെ സോങ് ഇടാത്തേ? ഡ്രൈവ് തുടങ്ങും മുന്നേ സാധാരണ പ്ലേ ചെയ്യുന്നതാണല്ലോ. അത് സഞ്ജു, എൻ്റെ വൈഫ് പറഞ്ഞു അവൾക്ക് ദാസേട്ടൻ പാടി കേൾക്കേണ്ട, ഞാൻ പാടിയാൽ മതിയെന്ന്. അല്ലേ ലച്ചു? പറഞ്ഞോ ലക്ഷ്മി? പറഞ്ഞു. അങ്ങനെ ഒരു അബദ്ധം വന്നുപോയി. നല്ലതല്ലേ, എത്ര കാലമായി ആഗ്രഹിക്കുന്നു. താങ്ക്സ് ലക്ഷ്മി. ഒടുവിൽ ഇവൻ സമ്മതിച്ചല്ലോ. സമയം പറഞ്ഞു, പാട്ട് കേൾക്കാൻ ഞാൻ വരാം.